വീട്ടിൽ ഒരുപാട് കരിവേപ്പില ഇതുപോലെ കിട്ടിയാലോ? അപ്പം നമ്മൾക്കൊരു അച്ചാറിടാം. കരിവേപ്പില അച്ചാർ. അതിന് വേണ്ടി നല്ലോണം കഴുകി വൃത്തിയാക്കി ഫാനിൻ്റെ അടിയിൽ കാറ്റിൽ ഉണങ്ങി കിട്ടിയ ഈ കരിവേപ്പില എല്ലാം കൂടി സെറ്റാക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് ഇവിടെ നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകെണ്ണയും ഉപയോഗിക്കാം ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഉലുവയും ഉഴുന്നും പിന്നെ പരിപ്പ് കടലപ്പരിപ്പ് ഉപയോഗിക്കാം. കുറച്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഈ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കരിവേപ്പില എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കാം. പിന്നെ കേട്ട് നോക്കിക്കേ, ഇതുപോലെ ക്രിസ്പി ആയിട്ട് ആവുന്നിടം വരെ നല്ലോണം എടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലോണം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയാണ് അച്ചാറിന് ഉപയോഗിക്കുന്നതായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതങ്ങ് അരച്ചെടുക്കുക. പിന്നെ അത് അരച്ച് മാറ്റുക. അതേ ടൈമിൽ ഒരു പാൻ എടുത്തിട്ട് കടുകും വറ്റൽമുളകും ഉള്ളിയല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട്, പച്ചമുളക് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് കാന്താരി ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും കൂടി വെച്ച് നല്ലോണം ചേർത്ത് യോജിപ്പിക്കുക. ഇവിടെ ചേർത്ത് യോജിപ്പിച്ച് സെറ്റായി കഴിയുമ്പം നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കായപ്പൊടിയും കൂടി മുകളിൽ കുറച്ചിടാം. എന്നിട്ട് നല്ലോണം യോജിപ്പിക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി തീ ഓഫാക്കി ഗ്ലാസ് ജാറിലേക്ക് മാറ്റി നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഒന്ന് കഴിച്ചു നോക്കിക്കേ.